നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എയിംസിൽ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിച്ചാൽ നൽകേണ്ട ഫീസുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എയിംസ് നടത്തുന്ന എൻട്രൻസ് എക്സാമിലൂടെയാണ് എയിംസിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, BSc പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങിയവയ്ക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. എയിംസ് നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് എയിംസിന്റെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. 2023 എൻട്രൻസ് എക്സാമിന്റെ സിലബസിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. 2024 സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. BSc നഴ്സിംഗിന് +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, GK എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളും ആവും ഉണ്ടാവുക. 2023 ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ, അൺറിസർവ്ഡ്, OBC വിഭാഗങ്ങൾക്ക് 2000 രൂപ ആയിരുന്നു. EWS, SC/ST വിഭാഗങ്ങൾക്ക് 1600 രൂപയും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ഫീസ് ഒന്നും തന്നെയും ഇല്ലായിരുന്നു. അഡ്മിഷൻ ലഭിച്ചാൽ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും രജിസ്ട്രേഷൻ ഫീസായിട്ട് 25 രൂപയാണ് നൽകേണ്ടത്. BSc നഴ്സിംഗിന്റെ ഡ്യൂറേഷൻ 4 വർഷമാണ്. 4 വർഷത്തേക്ക് BSc നഴ്സിംഗിന് ട്യൂഷൻ ഫീസായിട്ട് 600 രൂപ മാത്രം നൽകിയാൽ മതി. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന് 2 വർഷത്തേക്ക് ട്യൂഷൻ ഫീസ് 200 രൂപ മാത്രം നൽകിയാൽ മതി. ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി 2 കോഴ്സുകളും 4 വർഷമാണ് ഡ്യൂറേഷൻ. 2 കോഴ്സുകൾക്കും 300 രൂപയാണ് 4 വർഷത്തേക്ക് ട്യൂഷൻ ഫീസ്. BSc ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ്, ഡെന്റൽ ഹൈജീൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഈ 3 കോഴ്സുകളും 3.5 വർഷമാണ് ഡ്യൂറേഷൻ. 3 കോഴ്സുകൾക്കും 300 രൂപയാണ് 3.5 വർഷത്തെ ട്യൂഷൻ ഫീസ്. ഇതുകൂടാതെ ഓരോ കോഴ്സുകൾക്കും പോട്ട് മണി നൽകേണ്ടതായിട്ടുണ്ട്. BSc നഴ്സിംഗിന് 960 രൂപയാണ് 4 വർഷത്തെ പോട്ട് മണി. BSc ഒപ്റ്റോമെട്രി, മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോഗ്രാഫി, ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ്, ഡെന്റൽ ഹൈജീൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾക്ക് 720 രൂപയാണ് പോട്ടുമണിയായിട്ട് നൽകേണ്ടത്. BSc നഴ്സിംഗിന് ഹോസ്റ്റൽ റെന്റ് 4 വർഷത്തേക്ക് 480 രൂപ മാത്രം നൽകിയാൽ മതി. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന് 2 വർഷത്തേക്ക് 240 രൂപയാണ് ഹോസ്റ്റൽ റെന്റ്. കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 100 രൂപയും ഹോസ്റ്റൽ സെക്യൂരിറ്റി ആയിട്ട് 1000 രൂപയും നൽകണം. ഹോസ്റ്റൽ സെക്യൂരിറ്റി ആയിട്ട് നൽകുന്ന 1000 രൂപ 4 വർഷത്തെ പഠനത്തിന് ശേഷം തിരികെ ലഭിക്കും. എല്ലാ മാസവും മെസ് ചാർജായിട്ട് 700 രൂപയും നൽകണം. എയിംസിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ വിഭാഗത്തിലും ഉള്ളവർക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട്. എയിംസ് ഡൽഹിയിൽ OBC വിഭാഗത്തിന് 27% സീറ്റ് റിസർവേഷൻ ഉണ്ട്. SC വിഭാഗത്തിന് 15%, ST വിഭാഗത്തിന് 7.5%, EWS വിഭാഗത്തിന് 10% സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് 5% സീറ്റ് റിസർവേഷൻ എയിംസ് ഡൽഹിയിൽ ഉണ്ട്. ഈ സംവരണം ലഭിക്കുന്നതിന് എല്ലാ വിഭാഗത്തിലും ഉള്ളവർ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ അതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി തെളിയിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എയിംസ് ന്യൂഡൽഹി കൂടാതെ സ്ക്രീനിൽ കാണുന്ന എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ വിഭാഗത്തിലും ഉള്ളവർക്ക് സീറ്റ് റിസർവേഷനുകൾ ഉണ്ട്. ഇതുകൂടാതെ BSc നഴ്സിംഗിന് എല്ലാ മാസവും 500 രൂപ വീതം സ്റ്റൈപ്പൻഡ് ലഭിക്കും. BSc ഒപ്റ്റോമെട്രിക്ക് 3 വർഷത്തേക്ക് 500 രൂപ വീതം സ്റ്റൈപ്പൻഡ് ലഭിക്കും. അതിനുശേഷം ഇന്റേൺഷിപ്പിന്റെ സമയത്ത് 13,940 രൂപ വീതം എല്ലാ മാസവും സ്റ്റൈപ്പൻഡ് ലഭിക്കും. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിനും മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജിക്ക് 500 രൂപ വീതവും എല്ലാ മാസം സ്റ്റൈപ്പൻഡ് ലഭിക്കും. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡെന്റൽ ഹൈജീൻ, ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ് തുടങ്ങിയ കോഴ്സുകൾക്ക് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് 10,250 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. എൻട്രൻസ് എക്സാം നടക്കുന്ന സെന്ററുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്ത് ആയിരുന്നു എക്സാം സെന്റർ ഉണ്ടായിരുന്നത്. എയിംസിന്റെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.